കണ്ണൂരിലേക്ക് പോവുകയാണ്. അവിടെ CPM-നെ പ്രതിരോധത്തിലാക്കി ആകാശ് തില്ലങ്കേരിയുടെ വെളിപ്പെടുത്തലുകൾ ഫേസ്ബുക്ക് കമന്റിലൂടെ വന്നത് ഇന്നലെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ആകാശ് തില്ലങ്കേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുകയാണ് കണ്ണൂരിലെ മുഴക്കുന്ന് പോലീസ്. അത് ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിലാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുക്കുകയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ആകാശ് തില്ലങ്കേരിയെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരാൾ രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെ ആ വിവാദം കത്തുന്നു. മനു ഭരത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മനു, അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ കൊടുക്കാനുള്ള അല്ലെങ്കിൽ വായടപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കരുതണമോ? ഈ പരാതി ഇപ്പോൾ കേസെടുക്കാൻ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഇടയാക്കിയ സംഭവം ഉണ്ടായത് എപ്പോഴാണ്? എന്താണ് വിശദാംശം? ഈ ആകാശ് തില്ലങ്കേരിക്കെതിരെ കടുത്ത രീതിയിൽ തന്നെ നീങ്ങണം എന്നൊരു നിലപാടാണ് കണ്ണൂരിൽ ഇപ്പോൾ CPM-നകത്തും പ്രത്യേകിച്ച് DYFIക്ക് അകത്തും ഉള്ളത്. DYFI നേരത്തെ തന്നെ ഈ ആകാശിനെ പോലുള്ള ആളുകളെ പാർട്ടിയിൽ ചാരി നിന്നുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കരുത് എന്ന ശക്തമായ നിലപാട് അവിടുത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസും അതുപോലെ M ഷാജിറും ഒക്കെ പോലുള്ള നേതാക്കളൊക്കെ ശക്തമായി ആകാശ് തില്ലങ്കേരിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ അവിടുത്തെ ഒരു DYFI വനിതാ ബ്ലോക്ക് കമ്മിറ്റി അംഗത്തെ വാട്സപ്പിലൂടെയും അതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അധിക്ഷേപിച്ചു എന്ന പരാതിക്ക് പുറത്താണ് മുഴക്കുന്ന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സാധാരണഗതിയിൽ എടുക്കുന്ന രീതിയിലല്ല, കുറേ കൂടെ കർശനമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം എന്നതാണ് ഒരു പൊതു നിലപാട്. ഈ നേതാവാകട്ടെ ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവരെ കുറേ കൂടി കർശനമായി അവർക്കെതിരെ സമീപനം സ്വീകരിച്ച് അവരെ ഒറ്റപ്പെടുത്തുന്ന രീതി ആവശ്യമാണ് എന്ന് യോഗങ്ങളിൽ ആവശ്യപ്പെട്ടു എന്നതാണ് അത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം. എന്നാൽ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും DYFI മട്ടന്നൂരിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അവിടെയും ഒരു കേസ് ഇത് സംബന്ധിച്ച് വരും. ഇതിനപ്പുറത്താണ് ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളി ജിജോ മറ്റൊരു കമൻറ്റുമായി വന്നിരിക്കുന്നത്. ഉമ്മ വയ്ക്കാൻ തോന്നിയാൽ, അതായത് കൊല ചെയ്യാൻ തോന്നിയാൽ പിന്നെ ഉമ്മ വയ്ക്കുകയാണോ വേണ്ടത് എന്നാണ്. ഇത് എടയന്നൂരിലെ ഷുഹൈബിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. കൊല്ലണം എന്ന് തോന്നിയാൽ പിന്നെ ഉമ്മ വയ്ക്കുകയാണോ വേണ്ടത് എന്നാണ് ജിജോ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരം കൊലവിളി പോസ്റ്റുകൾ കണ്ണൂരിൻ്റെ ഫേസ്ബുക്കിൽ വരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ആളുകളെ വല്ലാത്ത തരത്തിൽ അസ്വസ്ഥമാക്കുന്നത്. പക്ഷേ മനു, ഇവിടെ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ആകാശ് തില്ലങ്കേരി ഉയർത്തിയിരിക്കുന്നത്. അത് ഷുഹൈബിന്റെ വധത്തിൽ എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അതാണെന്ന് സൂചിപ്പിച്ച തരത്തിലുള്ള കമന്റുകളാണ് ഇട്ടിട്ടുള്ളത്. പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നത്. ഏതെങ്കിലും ഒരു കേസ് എടുത്തത് കൊണ്ട് ഇത് ഒതുക്കി തീർക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ ജിജോ തില്ലങ്കേരിയെ പോലെയുള്ളവർ ഇതിനെ അനുകൂലിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും പറയും എന്ന തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുമ്പോൾ ഏതെങ്കിലും കേസെടുത്ത് ഒതുക്കുക എന്നത് സാധ്യമാകുമോ? അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലേക്കോ ഒത്തുതീർപ്പിലേക്കോ നീങ്ങാനുള്ള സാധ്യതയാണോ ഉള്ളത്? ആകാശ് തില്ലങ്കേരിയുമായി ഒരു ഒത്തുതീർപ്പിന് ആവശ്യമില്ല എന്ന നിലപാടാണ് DYFIയുടെ പ്രത്യേകിച്ച് ഔദ്യോഗിക തലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള ഒരു സമീപനം. CPM-ഉം ഇത്തരം ആളുകളെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് പാർട്ടിക്ക് ഇനി ഉള്ള കാലത്തെ ഏറ്റവും ഉചിതമായ കാര്യം എന്നും പറയുന്നു. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതിനിടയിലാണ് പാർട്ടി തന്നെ പോലുള്ളവരെ ആഹ്വാനം നൽകിയതിനു ശേഷം കൈവിട്ടു എന്ന ഒരു ആരോപണം ആകാശ് തില്ലങ്കേരി ഉന്നയിക്കുന്നത്. കൊട്ടേഷൻ പോലുള്ളതിന് ആഹ്വാനം നൽകിയവർക്ക് പാർട്ടിയുടെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചു, എന്നാൽ അത് നടപ്പിലാക്കിയ തങ്ങളെപ്പോലുള്ളവർ വഴിയാധാരമായി എന്നതാണ് ആകാശ് തില്ലങ്കേരിയുടെ പ്രതികരണം. അവരെ പടിയടിച്ച് പിണ്ടം വയ്ക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് തങ്ങൾ കൊട്ടേഷനിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴൊന്നും പാർട്ടിയെ ഉപയോഗപ്പെടുത്തിയില്ല. പക്ഷേ അങ്ങനെ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരിക്കൽ പോലും വിളിച്ചിരുത്തി തിരുത്താൻ പാർട്ടി മുതിർന്നില്ല എന്ന ആക്ഷേപവും ആകാശ് തില്ലങ്കേരി മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇതെല്ലാം വെളിച്ചം വീശുന്നത് നേരത്തെ ഇടയന്നൂരിൽ ഷുഹൈബിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ വീണ്ടും കരുത്താർജിക്കുകയാണ്. കാരണം ഷുഹൈബിൻ്റെ പിതാവ് ഈ അന്വേഷണത്തിൽ കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവരെ പിടികൂടി, പക്ഷേ ഇതിന് ആഹ്വാനം നൽകിയവർ പിടിയിലായിട്ടില്ല എന്ന ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിപുലമായ ഒരു അന്വേഷണം വേണം, CBI അന്വേഷണം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് അതിൻ്റെ ഒരു നിയമ പോരാട്ടം നടക്കുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ആകാശ് തില്ലങ്കേരിയുടെ ഇത്തരം വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരുന്നത്. അപ്പോൾ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇതിൻ്റെ പുറകിൽ ആര് പ്രവർത്തിച്ചു? ഷുഹൈബിനെ ഇത്തരത്തിൽ 2018 ഫെബ്രുവരി 13 കൊല്ലാൻ
തീരുമാനിച്ചത് അല്ലെങ്കിൽ അതിനുള്ള ആഹ്വാനം നൽകിയത് ആരാണ് ഈ കൊലയാളികളെ സംഘത്തെ ഇയാൾക്ക് അടുത്തേക്ക് അയച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്വേഷണം വേണം എന്ന ആവശ്യം കോൺഗ്രസ് വളരെ ശക്തമായി ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇത്തരം കേസെടുക്കുന്നത് ആകാശിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനായിരിക്കാം. പക്ഷേ എന്തായാലും കടുത്ത നടപടികളിലേക്ക് തന്നെ നീങ്ങാം എന്നാണ് CPM നേതൃത്വം കണ്ണൂരിൽ ഇത് സംബന്ധിച്ചെടുത്തിട്ടുള്ളത്. മനു, ഇതിപ്പോൾ പാർട്ടി നേതൃത്വവുമായിട്ടുള്ള ഒക്കെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി നടത്തിയ വെളിപ്പെടുത്തലുകളാണെങ്കിൽ പോലും ഈ കേസിൽ ഒന്നാം പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. അപ്പോൾ അത് പാർട്ടി പറഞ്ഞിട്ടാണെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവർക്ക് തന്നെ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന പ്രഖ്യാപനങ്ങളും തുറന്നു പറച്ചിലുകളുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPM നേതൃത്വത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആകാശ് തില്ലങ്കേരി കുറെ കാലങ്ങളായി അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെയും ആകാശ് ചില പോസ്റ്റുകൾ തങ്ങൾ വാതുറന്നാൽ അതുപോലെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മറ്റാളുകൾ പ്രതിസന്ധിയിലാകും എന്നൊക്കെയുള്ള തരം വെല്ലുവിളികൾ നേരത്തെ നടത്തിയിരുന്നു. അതിന് മറുപടിയായി ചിലപ്പോഴെങ്കിലുമൊക്കെ DYFI നേതാക്കൾ എങ്കിൽ അതിന് തയ്യാറായിക്കോളൂ എന്ന് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ എന്ന മറുവാക്യവും വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അതെല്ലാം അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അത് അവിടം കൊണ്ട് തീരുന്നില്ല. വീണ്ടും ആകാശ് തനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യം വരുന്നു. അതേപോലെ തന്നെ ഈ കൊട്ടേഷൻ സംഘങ്ങളിൽ ഉൾപ്പെട്ട അർജുൻ ആയങ്കിയെ പോലുള്ളവരും തനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുന്നു. അതിന് വാർത്താസമ്മേളനം അടുത്ത് തന്നെ വിളിക്കും എന്നൊക്കെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. പക്ഷേ പിന്നീട് അതിന് മുതിരുന്നില്ല. അതൊക്കെ പാർട്ടി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അവർ അതിൽ നിന്ന് പിന്മാറി എന്നാണ് അന്ന് ധരിച്ചിരുന്നത്. ഏതായാലും അതുകൊണ്ടൊന്നും പൂർണ്ണമായി അവർ മാറിയിട്ടില്ല. ആരൊക്കെ തങ്ങളെ ഇതിന് ആഹ്വാനം നൽകി എന്ന കാര്യം വൈകാതെയെങ്കിലും അവർ പുറത്തു പറയും എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ഇത്തരം പോസ്റ്റുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇത് വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിനെതിരെ പ്രതികരണവുമായി K. സുധാകരൻ രംഗത്തെത്തിയിരുന്നു. അതുപോലെ കണ്ണൂരിലെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ അതുപോലെ ഷുഹൈബിന്റെ മരണം ആ രീതിയിലൊക്കെ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം ഒക്കെ നടന്ന വിഷയമാണല്ലോ. CBI അന്വേഷണം ആവശ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ ഇപ്പോൾ CPMന്റെ കണ്ണൂരിലെ നേതാക്കൾ ചിലർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MP ജയരാജനെ പോലെയുള്ളവർ ചിലർ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം രാഷ്ട്രീയമായി തന്നെ മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം CPMനെ സംബന്ധിച്ച് ഉണ്ടാകില്ലേ? പ്രത്യേകിച്ച് സംസ്ഥാന ജാഥയൊക്കെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നടത്താനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം CPMനെ സംബന്ധിച്ചില്ലേ? അല്ല, സ്വാഭാവികമായും ഈ വിഷയങ്ങൾ CPM നേതാക്കളെ പ്രത്യേകിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ ഒക്കെ കാണുമ്പോൾ മാധ്യമങ്ങൾ ഉന്നയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാട് പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ല എന്നും ആകാശിനെ പോലുള്ള ആളുകൾ അവരുടെ താല്പര്യപ്രകാരം നടത്തിയ ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് CPM തുടർന്നിട്ടുള്ളത് എന്നൊക്കെയാണ് അവരുടെ ഒരു ന്യായീകരണം. പക്ഷേ അത് ഇനി എത്രമാത്രം അത്തരമൊരു ന്യായീകരണവുമായി CPMന് മുന്നോട്ട് പോകാൻ ആകും എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. കാരണം കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം വരുന്നു. ഒപ്പം തന്നെ ഈ കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ അതും അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു CBI പോലുള്ള ദേശീയ ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യത്തിന് കൂടുതൽ കരുത്തു പകരാൻ ഈ ആകാശ് തില്ലങ്കേരിയുടെ ഈ പോസ്റ്റ് വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് CPM എങ്ങനെ നേരിടും എന്നതാണ് ഒരു ചോദ്യം. കാരണം ഇപ്പോൾ ഈ MP ഗോവിന്ദൻ മാഷിൻ്റെ പ്രചരണ ജാഥ നടക്കുന്നൊരു ഘട്ടത്തിൽ ഇതിനൊക്കെ അദ്ദേഹം മറുപടി പറയേണ്ട സാഹചര്യം തീർച്ചയായും ഉണ്ടാകും. മാത്രമല്ല ഈ ഏജൻസികൾക്കെതിരെ നേരത്തെ തന്നെ CBIയും അതുപോലെ EDക്കെതിരെയും ഒക്കെ ഞാൻ മനുവിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ മാർട്ടിൻ ജോർജ്, ഈ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ടൊക്കെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആകാശ് തില്ലങ്കേരിക്കെതിരെ കേസെടുത്തിരിക്കുന്നു കണ്ണൂരിലെ മുഴക്കുന്ന് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് DYFI വനിതാ നേതാവിന്റെ പരാതിയിലാണ് അത്തരമൊരു കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ നീക്കങ്ങൾ ഒക്കെയും നിങ്ങൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഇവിടെ ഇപ്പോൾ CPMനെതിരെ ആര് പറഞ്ഞാലും അവരപ്പോൾ കേസെടുക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഇവിടെ ആകാശ് തില്ലങ്കേരി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇതിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കൊല്ലിക്കാൻ നേതൃത്വം കൊടുത്തവരെ, അതിന് ഓർഡർ ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോഴും മാത്രമല്ല, ഈ ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിലും അത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ, ഇതിനു മുമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ ചർച്ചകൾ ഈ
ഇതിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുടെ പേരിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും കേസെടുത്തിട്ടില്ല. ഇത് മയക്കുമരുന്ന് വിഷയവുമായി ബന്ധപ്പെട്ട്, കള്ളക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലുമായി മറ്റ് സ്ത്രീ വിഷയപരമായും ഒക്കെ ഇവര് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവര് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു കേസും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ആകാശ് തില്ലങ്കേരി വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആകാശ് തില്ലങ്കേരിയെ പാർട്ടി ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരിയുടെ കല്യാണം നടത്തിക്കൊടുത്തതും അതുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ജയിലിൽ നിറക്കുമ്പോൾ കൊടുത്ത സ്വീകരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ CPM-ന്റെ തട്ടകത്തിൽ വളർന്നവരാണ്, ക്രിമിനലുകളാണ്. അതിനു വേണ്ടിയുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തിരിക്കുന്നതും CPM നേതൃത്വമാണ്. ഇത് കൊല്ലാൻ വേണ്ടി പറഞ്ഞതും CPM നേതൃത്വമാണ്. അത് എടയന്നൂരിലുള്ളവർ മാത്രമല്ല, CPM-ന്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് എതിരെ സുപ്രീം കോടതിയിലെ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഇവിടെ വാദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുൻപും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് ഒരു നിശബ്ദതയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെന്റിലേക്ക് ഇരു കൂട്ടരും എത്തുമ്പോൾ ഉണ്ടാകുന്ന നിശബ്ദതയായിരിക്കും. ഇതിപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത്? കൊലപാതകം പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ട് തങ്ങൾ ചെയ്തു എന്ന് പറയുകയാണ്. അവിടെ CBI അന്വേഷണം വേണ്ട എന്നാവശ്യപ്പെട്ട് സർക്കാർ തന്നെ കോടതിയിൽ നിലപാടെടുത്ത് നമുക്കറിയാം. അപ്പോൾ പിന്നിൽ CPM നേതൃത്വമാണ് എന്ന് പറയുകയും CBI അന്വേഷണത്തെ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ തുറന്നു കാട്ടാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. എങ്ങനെയുള്ള ഇടപെടലാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാവുക? ഞങ്ങൾ ഈ വിഷയത്തിൽ ജനങ്ങളുടെ കാരണം ജനകീയമായി തന്നെ ഈ വിഷയത്തെ കാണും. അതുപോലെ തന്നെ നിയമപരമായി നമ്മൾ കാണും. നമ്മൾ ഇന്നലെ മിനിങ്ങാന്ന് ഇതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട മിനിങ്ങാന്ന് കോടതി എടുത്തിരുന്നു. അത് മാറ്റിവെച്ചതാണ്. ഞങ്ങൾ അതിന്റെ പിന്നാലെയുണ്ട്. ഇപ്പോൾ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ കൂടി നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാവും. എന്തിനാണ് CBI അന്വേഷണത്തിന് ഭയക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ആദ്യം ഈ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് സുഹൈബിനെ ഈ പറഞ്ഞിരിക്കുന്ന FIR പ്രതികൾ അല്ല, അവരോടൊപ്പം തന്നെ ഇതിനെ കൊല്ലിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തവരുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ CBI അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. ഇവിടെ കേസ് വാദിക്കാൻ വേണ്ടി കോടതിയിൽ വന്നപ്പോൾ അത് സ്റ്റേ ചെയ്തിട്ടാണ് ഞങ്ങൾ CBI അന്വേഷണം തന്നെ വേണമെന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ പോയതും അതിനനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ നീക്കിയതും. അതിനെതിരെയാണ് 1,56,00,000 രൂപ മുടക്കിയാണ് സുപ്രീം കോടതിയിലെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഗിരിധരൻ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് ഈ ഗവൺമെന്റ്, അത് അവരുടെ ഗവൺമെന്റിന്റെ പണമാണ്. ഗവൺമെന്റിന്റെ പണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സുഹൈബിയുടെ ഉപ്പയടക്കം നടക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ മാർട്ടിൻ ജോർജ്. ഞങ്ങളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും CBI അന്വേഷണ ആവശ്യത്തിന് കൂടുതൽ ബലം പകരും ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾ എന്നാണ് ശ്രീ മാർട്ടിൻ ജോർജ് പറഞ്ഞത്. നമ്മൾ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം.